ശാന്തി. ഒരു സെക്കൻഡിൽ മനസ്സിലേത് കാര്യമായാലും സർവകാര്യങ്ങളിൽ നിന്നും വേറിട്ട് ബിന്ദു ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. മനസ്സിൽ സമ്പൂർണമൂർത്തി ബാപ്പ് സമാനമാകാനുള്ള ലക്ഷ്യം വെച്ച് ഞാൻ ബാബയിൽ സമ്പൂർണ്ണ ബലിഹാരിയാകുന്നു, സമ്പൂർണ്ണ സമർപ്പണമാകുന്നു. ഇപ്പോൾ എൻ്റെ ഓരോ സങ്കല്പവും ബാബയിൽ സമർപ്പണമാണ്. ഓരോ സെക്കൻഡും സമർപ്പണമാകുന്നു. കർമ്മവും സമർപ്പണമാകുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരങ്ങളും ബാബയിൽ ബലിയർപ്പണമാകുന്നു. ഞാൻ എന്ന അഹങ്കാരം, പഴയ സ്വഭാവങ്ങൾ, ദുർബലതകൾ എല്ലാം ബാബയുടെ ചരണങ്ങളിൽ വയ്ക്കുന്നു. വിനാശി സമ്പത്തിന്റെ സമർപ്പണം ചെയ്ത് ഞാൻ സാക്ഷി സ്ഥിതിയിലിരിക്കുന്നു. സുഖം, ശാന്തി, പവിത്രത, ആനന്ദം എന്നീ അവിനാശി സമ്പത്ത് ഏതാണോ ബാബയിൽ നിന്നും ജന്മസിദ്ധ അധികാരമായി പ്രാപ്തി ചെയ്തത്, അതിൻ്റെയും സർവാത്മാക്കളുടെയും പ്രതി സേവയിലേക്ക് സമർപ്പിക്കുന്നു. ഏതിലും എൻ്റേതെന്ന അധികാരമില്ല. എന്താണോ ബാബയിൽ നിന്നും പ്രാപ്തി ചെയ്തത് അതിന് സമർപ്പിച്ച് ശുഭചിന്തകനായി സർവ ആത്മാക്കൾക്കും അവിനാശി സമ്പത്ത് ദാനം ചെയ്യുന്നു. ഞാൻ ബാബയിൽ സമ്പൂർണ്ണ സമർപ്പണമായി ബാപ്പ് സമാനമാകുന്നു. സമർപ്പണത്തിന്റെ വിശാല രൂപം ധാരണ ചെയ്ത് ഞാൻ സമ്പൂർണ്ണമൂർത്തിയാകുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എനിക്ക് എല്ലാം സമർപ്പിച്ചാൽ ഞാൻ നിങ്ങളെ സമ്പൂർണ്ണമാക്കും. ഞാൻ അനുഭവം ചെയ്യുന്നു. എന്നിലേക്ക് ബാബയുടെ ശക്തി ഒഴുകുന്നു. മനസ്സ് ശുദ്ധമാകുന്നു. ബുദ്ധി പ്രകാശിക്കുന്നു. സംസ്കാരങ്ങൾ ദിവ്യമായി മാറുന്നു. ഞാൻ സമ്പൂർണ്ണ സമർപ്പണ പാവനമാകുമ്പോൾ ബാബ എൻ്റെ ബലിയർപ്പണം സ്വീകരിക്കും. ഞാൻ എൻ്റെ ഹൃദയത്തോട് ചോദിക്കുന്നു, ഞാൻ എത്രത്തോളം പാവനമായി. ഞാനിപ്പോൾ സന്തോഷത്തോടെ ബാബയിൽ ബലിയർപ്പണമാകുന്നു. ഇപ്പോൾ സമർപ്പണമായാൽ 21 ജന്മത്തേക്ക് ബാബ എന്നിൽ ബലിയർപ്പണമാകും. ഞാൻ രുദ്രജ്ഞാനയജ്ഞത്തിൽ സർവ്വതും സ്വാഹ ചെയ്ത് എന്നിലുള്ളതെല്ലാം സഫലമാക്കുന്നു. ശരീരം, മനസ്സ്, ധനം സർവ്വതും യജ്ഞത്തിൽ സ്വാഹ ചെയ്യുന്നു. ഇതാണ് രാജസ്വ അശ്വമേധ അവിനാശി ജ്ഞാനയജ്ഞം. ഞാൻ പവിത്രമാകാതെ ബാബ ബലിയർപ്പണം സ്വീകരിക്കില്ല. ജ്ഞാനത്തിന്റെ സാഗരനും പതിത പാവനനുമായ ബാബ ഇപ്പോൾ സന്മുഖത്തിരുന്ന് എന്നെ പഠിപ്പിക്കുന്നു.
ഈ പഠിപ്പിലൂടെ ഞാൻ ദേവതയായി മാറുന്നു. ഈശ്വരനാകുന്ന പിതാവ് ഈ ലോകത്തിൽ വന്ന് സ്വർഗം സ്ഥാപിക്കുന്നു. കർമ്മം അകർമ്മം വികർമ്മത്തിന്റെ ഗതിയെ മനസ്സിലാക്കി തരുന്നു. ഞാനിപ്പോൾ ബാബയിൽ നിന്നും സമ്പത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ഞാൻ പാവനമായി മാറണം. പാവനമാകാതെ മുക്തിധാമത്തിലേക്ക് പോകാൻ കഴിയില്ല. ബാബയെ ഓർമ്മിച്ച് ഞാൻ പാപങ്ങൾ ഭസ്മമാക്കുന്നു. വികാരങ്ങളെ ത്യാഗം ചെയ്യുന്നതിലൂടെ വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. എൻ്റെ ബലിയർപ്പണം സ്വീകരിക്കുന്ന തരത്തിൽ പാവനമാകണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ജ്ഞാനമെന്ന ഗുണത്തിലൂടെയും ശക്തിയിലൂടെയും വിഘ്നവിനാശകനായി മാറുന്ന നോളജ്ഫുള്ളാകുന്നു. ജ്ഞാനം ഒരേ സമയം ഗുണവും ശക്തിയുമാണ്. അതിലൂടെ സഹജമായി ലക്ഷ്യത്തിലെത്തുന്നു. ബാബയോടൊപ്പം സദാ കമ്പൈൻഡായിരുന്ന് ജ്ഞാനത്തെ സ്മരിക്കുന്നവരെ ഒരിക്കലും വിഘ്നത്തിന് പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അകത്തും പുറത്തുമുള്ള അഴുക്കുകളെ വിൽ ചെയ്താൽ വിൽ പവർ ലഭിക്കുന്നു. ഓം ശാന്തി.